എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അതേപോലെ തന്നെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഉത്രം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എനർജി, കിങ് ഓഫ് കപ്സ്, നയൻ ഓഫ് കപ്സ്, കിങ് ഓഫ് സോർഡ്സ്, ബ്യൂട്ടിഫുൾ എനർജി, 6 ഓഫ് വോൺസ് ആൻഡ് 9 ഓഫ് വോൺസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ വളരെയധികം സാധ്യതകളുള്ളൊരു വർഷമാണ്. ആദ്യം തന്നെ ഡെസ്റ്റിനി, അതായത് വീൽ ഓഫ് ഫോർച്യൂൺ എനർജി ആൻഡ് 6 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ജീവിത സാഹചര്യങ്ങളിൽ ഒത്തിരി മാറ്റം ഉണ്ടാകുന്നൊരു സമയമാണ്. ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളൊരു സമയത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഷം നിങ്ങൾ വേണ്ടുന്ന സ്റ്റെപ്സ് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ നമ്മൾ പറയില്ലേ, ആർക്കും ഒന്നിനും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, ജീവിതം മുന്നോട്ടേക്കാണ് പോകുന്നത്, പുറകോട്ടേക്കല്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമുക്ക് ഇതുവരെ ചെയ്യാൻ ശ്രമിച്ചിട്ട് നടത്താതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ള ഫെയ്റ്റ്, നിങ്ങളുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ തലയിലെഴുത്ത് മാറുകയാണെന്ന് പറയും. ഇപ്പം നെഗറ്റീവ് ആണോ എങ്കിൽ തലയിലെഴുത്ത് പോസിറ്റിവിറ്റിയിലേക്ക് പോകുന്നു എന്നൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലക്കിൽ അല്ലെങ്കിൽ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യം ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവാധീനം ഏറ്റവും നന്നായിട്ടുള്ള ഒരു വർഷമായിരിക്കും. തീരെ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. വളരെ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഉയരത്തിലായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഗുഡ് ഫോർച്യൂൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, ഒരു ക്രോസ് റോഡിലാണ്. എന്ത് വേണമെന്ന് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. തീരുമാനം എടുക്കണം, പക്ഷെ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല, ഒരു ഉറപ്പില്ല എങ്കിൽ ആ തീരുമാനം നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ധാരണയില്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ എങ്കിൽ ഇത് സൂചിപ്പിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ സംശയം ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുകയും നിങ്ങൾ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു സ്പെഷ്യൽ അക്നോളജ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ചില ജോലി സംബന്ധമായിട്ടായിരിക്കും നിങ്ങളുടെ ഇപ്പോൾ കോളേജ് സ്കൂൾ സിറ്റുവേഷനിലും അങ്ങനെയാവാം. നിങ്ങൾ എന്തെങ്കിലും അവാർഡ്സോ അതുപോലെ എന്തെങ്കിലും അറിയപ്പെടുന്ന രീതിയിൽ റെക്കഗ്നിഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടാവാം. ഈവൻ നിങ്ങളിപ്പോൾ ഒരു റിട്ടയർ ആയിട്ട് നിൽക്കുന്ന പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, റിട്ടയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യം നിങ്ങൾ വലിയൊരു കാര്യമായിട്ട് കാണാത്തൊരു കാര്യമായിരിക്കാം. പക്ഷെ അത് ചിലപ്പോൾ ഒരു സമൂഹം തന്നെ ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള അവാർഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. കാരണം പലപ്പോഴും നിങ്ങളെ തന്നെ കൊച്ചാക്കി കാണുന്ന ഒരു രീതിയാണ്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വർഷം കൂടിയിട്ടായിരിക്കും ഈ ഒരു വർഷം. ശരിക്കും സമ്മാനങ്ങളുടെ ഒരു പെരുമഴ എന്ന് പറയാം. അവകാശങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു സമയമാണ്. പിന്നെ വിജയസാധ്യതകൾ കൂടുതലൊരു വർഷം. ഇപ്പോൾ എല്ലാ കാര്യത്തിലും വിജയസാധ്യതയാവും. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് സാധ്യതകൾ ഏറി നിൽക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ വിവാഹമാണെങ്കിൽ എല്ലാം ഒരു വിജയസാധ്യത ഉള്ളതാണ്. അപ്പോൾ പ്രണയിക്കുന്നവർക്ക് കുറേ നാളായിട്ട് വീട്ടിലൊക്കെ പറഞ്ഞ് ശ്രമിച്ച് നോക്കി ഒന്നും നടന്നിട്ടില്ലാത്തെങ്കിൽ ഈ വർഷം ഇത് നടക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചാൽ, ഇനി അങ്ങോട്ടേക്ക് ശ്രമിച്ചാൽ ഫൈനലി വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയിട്ടുള്ള വിവാഹം, പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ അതിനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വരാൻ ചാൻസ് ഉണ്ട്. വിവാഹം കുറേ നാളായിട്ട് ശ്രമിച്ചു നടക്കാത്തവർക്കാണെങ്കിൽ ഫൈനലി നിങ്ങളുടെ വിവാഹം നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഇത് വിരൽ ചൂണ്ടുന്നത്. അതേപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കരിയർ എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഒരേ സമയം ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേസമയം തന്നെ അതായത് ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരുന്നുണ്ട്. ഒരേ സമയം ഇമോഷൻസിന് പ്രാധാന്യമുണ്ട്, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിനും അതേപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് ഇപ്പോൾ ഫാമിലി എന്ന് പറയുന്ന കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽ, ഇപ്പോൾ
ഇപ്പോൾ ജോലിയാണെങ്കിൽ പേഴ്സണൽ ലൈഫിലോ നിങ്ങൾ വളരെയധികം ലോയലായിരിക്കും, സത്യസന്ധതയോടുകൂടി ഹസ്ബൻഡ് വൈഫ് തമ്മിലോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ കുട്ടികൾ ഏത് സിറ്റുവേഷനിലും വളരെയധികം പക്വതയോട് കൂടിയിട്ട് കൊണ്ടു നടക്കുകയും വളരെ സത്യസന്ധതയോട് കൂടിയിട്ട് ഏത് ബന്ധത്തിലും നിങ്ങൾ നിലനിർത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാം വളരെ ആഴത്തിൽ അഗാധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഫീലിങ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡോണ്ട് ഫീൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല പല സിറ്റുവേഷനിൽ. കാരണം അതിനു മുമ്പ് തന്നെ ആളുകളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ വലിയൊരു പൊസിഷൻ അലങ്കരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജോലിയിലാണ് എങ്കിൽ നിങ്ങളൊരു ഹയർ പോസ്റ്റിലേക്ക് പോകാൻ ഉള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ കിങ് ഓഫ് സോർട്സ് എനർജി സിറ്റുവേഷൻസ് ആണെങ്കിലും ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് പൊസിഷൻ കാണിക്കും. പ്രൊഫഷണൽ കരിയറിൽ പറയുകയാണെങ്കിൽ പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ ഒരു മാനേജറിയൽ ലെവൽ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഗലായിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കോടതി കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതിന് നല്ല നിങ്ങളുടെ അനുകൂലമായിട്ട് വിധി വരാനായിട്ട് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ജഡ്ജ്മെൻറ്റ്സ് എപ്പോഴും ശരിയായിരിക്കും. കാരണം നിങ്ങൾ എല്ലാ സൈഡും ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് വിജയം ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അക്ഷമരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് സമയമെടുക്കുമെന്ന് മനസ്സിലാക്കി വേണ്ടുന്ന കാര്യങ്ങളും പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സമയമാകുമ്പോൾ കൃത്യമായിട്ട് അത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ അതിൽ അർഹരാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അപകർഷബോധ കാര്യങ്ങളുണ്ട്, എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് അങ്ങനത്തെയൊക്കെ ചിന്തയുള്ളവരാണെങ്കിൽ അതൊക്കെ മാറി ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ചിന്തയോട് കൂടിയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 9 ഓഫ് കപ്സ് എനർജി ആൻഡ് 6 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ആഗ്രഹസബലീകരണത്തിന് ഒരു വർഷം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി നാളായിട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹം സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന കാര്യം എന്ന് നമ്മളിവിടെ പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് നിങ്ങൾ ഒത്തിരി കാലത്തൊരു ആഗ്രഹമാണ്. ആ ഒരാഗ്രഹം സബലീകരിക്കുന്നു. സൗഹൃദങ്ങൾ, ചില സുഹൃത്തുക്കളെ, ചില ആളുകൾക്ക് സുഹൃത്തുക്കളെ സംബന്ധിച്ചൊരു ഇത് കാണിക്കും. നിങ്ങളുടെ സുഹൃത്തിന് എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അപ്പോൾ അവരുടെ ഈ കാര്യം ശരിയായിരുന്നെങ്കിൽ നിങ്ങൾ ഒത്തിരി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമാകുന്നുണ്ട്. ചിലവർ സ്വന്തം കാര്യത്തിനായിരിക്കില്ല, സുഹൃത്തുക്കളോ വീട്ടിലുള്ള മറ്റുള്ളവരുടെയോ എന്തെങ്കിലുമൊക്കെ കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലാണെങ്കിലും ഫുൾഫിൽമെൻറ്റ് കാണിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നിങ്ങളെപ്പറ്റി തന്നെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ വയ്ക്കുന്നത്. അതും വളരെ നല്ല രീതിയിൽ ആഗ്രഹിച്ച പോലെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെയാണ്. വിസ, സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ്, അങ്ങനെ വർക്ക് പെർമിറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നവർക്ക് അതിനുള്ളൊരു സാധ്യത കൂടുതലുണ്ട്. നിങ്ങൾ നല്ലൊരു മാനിഫെസ്റ്റേഷൻ ഫേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഒത്തിരി സന്തോഷമാണ്, ഒത്തിരി ആൾക്കാരെ കാണുന്നു, നല്ല എൻ്റർടൈൻമെൻറ്റ്, നല്ല സോഷ്യലൈസിങ്, ചുറ്റുപാടുള്ള ആളുകളൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നു, അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരേ വേവ് ലെങ്ത്തിലുള്ള ആളുകളായിട്ട് സംസാരിക്കാനും എടുക്കാനും ഒക്കെ, നിങ്ങളുടെ അതേ ചിന്താഗതിയിലുള്ള ആളുകൾ, ഏത് പ്രായത്തിൽ ഏത് രീതിയിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ, ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ ലെവൽ, അല്ലെങ്കിൽ അവരുടെ ലെവലിൽ ചിന്തിക്കുന്ന രീതിയിലും, വീട്ടമ്മമാർക്ക് സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആൻഡ് 9 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുറച്ച് നാളായിട്ട് നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ട് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ തന്നെ, പക്ഷെ നടക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഭയങ്കര ഓവർവെൽംഡായിട്ട് അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ചിലപ്പോൾ ജോലിയായിരിക്കും, ചിലപ്പോൾ വീട്ടിലായിരിക്കും. സോ നിങ്ങൾ ബിഗർ പിക്ചർ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ മെൻ്റൽ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ എനർജി നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് എടുക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെയും കാര്യങ്ങൾക്ക് ഓടി നടന്നിട്ട് അവസാനം നിങ്ങൾക്ക് സമയമില്ലാണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു അരമണിക്കൂർ നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുക. എന്തായാലും ആ ഒരു ഹാഫ് ആൻ അവർ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ബൗണ്ടറീസ് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ജോലിയിലായാലും ബാക്കിയുള്ളവരുടെ കാര്യത്തിലായാലും വീട്ടിലായാലും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കാം, നല്ലത് തന്നെ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും. അതാണ് നിങ്ങൾ ഈ ഒരു വർഷത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.